ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിനു മുമ്പ് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട വേറെ ഒരു വീഡിയോ വിട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യം: ബഷീർ അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1994 ജൂലൈ 5. 1994 ജൂലൈ 5 കോഴിക്കോട് വെച്ചാണ് ബഷീർ അന്തരിച്ചത്. ബഷീർ അന്തരിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. അടുത്ത ചോദ്യം: ബഷീറിന്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. ബഷീറിന്റെ പ്രധാന കൃതികളും അവയിലെ കഥാപാത്രങ്ങളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക. അടുത്ത ചോദ്യം: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേരെന്താണ്? ഉത്തരം പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ, മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ. ബഷീറിന്റെ മാതാവാണ് കുഞ്ഞാത്തുമ്മ, പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ എന്നുമാണ്. അടുത്ത ചോദ്യം: ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. കൊച്ചു മുഹമ്മദ് എന്ന പേരിലാണ് ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം വയലാലിൽ വീട്. വയലാലിൽ വീട് എന്നാണ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര്. അടുത്ത ചോദ്യം: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം: ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്? ഉത്തരം കഥാബീജം. കഥാബീജം എന്നാണ് ബഷീർ എഴുതിയ ഒരേ ഒരു നാടകത്തിന്റെ പേര്. അടുത്ത ചോദ്യം: ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേം പാറ്റ. ബഷീർ എഴുതിയ ഒരു നോവലാണ് പ്രേം പാറ്റ. അത് ബഷീറിന്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ഹെഡ്മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവെക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി എത്തിയപ്പോഴാണ് ഹെഡ്മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവെക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത്. അടുത്ത ചോദ്യം: ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന്റെ പ്രേമലേഖനം എന്ന
നോവലിലെ കഥാപാത്രമാണ് ആകാശമിഠായി? അടുത്ത ചോദ്യം, മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. അടുത്ത ചോദ്യം, ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത്? ഉത്തരം, ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ഐരാവതങ്ങൾ എന്നാണ് ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര്. അടുത്ത ചോദ്യം, ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം, ഇ.എം. അഷ്റഫ്. ഇ.എം. അഷ്റഫ് ആണ് ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ്. അടുത്ത ചോദ്യം, ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം, സർപ്പയജ്ഞം. സർപ്പയജ്ഞം എന്നതാണ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി. അടുത്ത ചോദ്യം, ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തുന്ന കൃതി ഏത്? ഉത്തരം, ബാല്യകാലസഖി. ബാല്യകാലസഖിയാണ് ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം, കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം, പ്രേമലേഖനം. ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് കേശവൻ നായരും സാറാമ്മയും. അടുത്ത ചോദ്യം, ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പ്രഭാഷണം? ഉത്തരം, ചെവിയോർക്കുക അന്തിമകാഹളം. ചെവിയോർക്കുക അന്തിമകാഹളം എന്ന ബഷീറിന്റെ പ്രഭാഷണമാണ് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ഉത്തരം, നേരും നുണയും. ബഷീറിന്റെ നേരും നുണയും എന്ന കൃതിയാണ് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം, എം. എൻ. കാരശ്ശേരി. എം. എൻ. കാരശ്ശേരിയാണ് ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി? ഉത്തരം, യാ ഇലാഹി. യാ ഇലാഹി ആണ് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി. പ്രേംപാറ്റ എന്നത് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ്. എന്നാൽ അതിനു മുമ്പ് ആദ്യമായി പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ കൃതിയാണ് യാ ഇലാഹി. അടുത്ത ചോദ്യം, ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം, ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ എടിയെ എന്നാണ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര്. അടുത്ത ചോദ്യം, ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം, ടാറ്റ. ടാറ്റ എന്നാണ് ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്. അടുത്ത ചോദ്യം നിങ്ങൾക്കായൊരു ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.